നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് മാധവ് നേത്രാലേക്ക് തറക്കല്ലിടും. 10 മണിക്ക് മോഹൻ ഭാഗവതിനൊപ്പം പൊതുയോഗം. പ്രധാനമന്ത്രിയായി മോദി നാഗ്പൂരിൽ എത്തുന്നത് ആദ്യം. BJP RSS ബന്ധം ശക്തിപ്പെടുത്തൽ സന്ദർശന ലക്ഷ്യം. മ്യാൻമർ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3500ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ദുരന്ത ഭൂമിക്ക് താങ്ങായി അവശ്യവസ്തുക്കൾ എത്തിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ഒമാനിൽ നാളെ. ഇന്ന് മാസപ്പിറവി കണ്ടാൽ കേരളത്തിലും നാളെ പെരുന്നാൾ. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിൽ വിശ്വാസികൾ. ലഹരി മാഫിയോട് സന്ധിയില്ലാത്ത സർക്കാർ. നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം 10 മണിക്ക്. വിവിധ മേഖലകളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ലഹരി വ്യാപനം തടയാൻ സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കും. ഇന്നും കൊച്ചിയിൽ ലഹരിവേട്ട. 2ഇടത്തായി 1/2 കിലോയിലേറെ MDMA പിടികൂടി. ആശമാർക്ക് കൂടുതൽ വേതനം നൽകാൻ KPCC സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും. അധിക വേതനത്തിലുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം നാളെ 50ാം നാളിൽ. ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. എമ്പുരാന്റെ എഡിറ്റഡ് പതിപ്പ് ഉടൻ തിയേറ്ററിൽ. വെട്ടിമാറ്റിയത് 17 ഭാഗങ്ങൾ. വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റി. പ്രദർശനം തുടരുന്നതിനിടയിൽ എഡിറ്റിംഗ് നടത്തിയത് സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന്. സിനിമ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിത്രം കാണില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഷൈനിയുടെ സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നത് ഷൈനിയെ കണ്ട അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിൻ്റെ അടിയിൽ പോയി. ജോമോന്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ. ഇത് അമ്മയും മക്കളും ജീവനൊടുക്കിയ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വാർത്ത കൂടി. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ഉപദ്രവിക്കുന്നതായി 47കാരി. ഭർത്തൃമാതാവ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18. ജീവനൊടുക്കാൻ ഭർത്താവ് പറഞ്ഞതായും വീട്ടമ്മ. യാക്കോബായ സഭാ ശ്രേഷ്ഠ ബാവയുടെ സ്ഥാനാരോഹണം ഉച്ചകഴിഞ്ഞ് 3:30. ചടങ്ങുകൾ പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്ത്. നെടുമ്പാശ്ശേരിയിൽ ബസേലിയോസ് ജോസഫ് ബാവയെ സ്വീകരിക്കും. വിശദമായി നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. RSSുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. BJPയും RSSും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശ്രമമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി RSS BJP ബന്ധത്തെ പോലും കാര്യമായി ബാധിച്ചിരുന്നു. ER രാഗേഷ് ചേരുന്നു നാച്ചുറൽ ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഈ RSSും BJPയും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ ഇതോടുകൂടി അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ആര്യ, തീർച്ചയായും നിർണായകമായൊരു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. കാരണം 2014 അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ വന്നതാണ്. അപ്പോൾ 11 വർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് എത്തുന്നത്. ഇതിനു മുൻപ് പ്രധാനമന്ത്രി നാഗ്പൂരിൽ എത്തിയത്, RSS ആസ്ഥാനത്തെത്തിയത് 2013 അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആ ഘട്ടത്തിൽ മോദിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും ഒപ്പം തന്നെ RSSും തമ്മിലുണ്ടായ അകൽച്ചയാണ്. കാരണം JP നഡ്ഡയുടെ ഒരു പരാമർശം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്
വലിയ ചർച്ചയായിരുന്നു. അതായത് BJP RSSന്റെ സഹായം വേണ്ട സ്ഥാനത്ത് നിന്ന് BJP ഒരുപാട് വളർന്നിരിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ ഒരു ദിനപത്രത്തിന്, ഒരു ഇംഗ്ലീഷ് ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ JP നഡ്ഡ പറഞ്ഞു. അത് പിന്നീട് RSSും BJPയുമായുള്ള അകൽച്ച വർദ്ധിക്കുകയും ചെയ്തു. 400 സീറ്റ് എന്നതായിരുന്നു ഇത്തവണത്തെ BJPയുടെ മുദ്രാവാക്യം. പക്ഷേ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന അടുക്കാൻ പോലും BJPക്ക് സാധിച്ചില്ല. സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ സാഹചര്യം. പ്രത്യേകിച്ച് UPയിൽ ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ ഈ RSSുമായുള്ള അകൽച്ച വലിയ രീതിയിൽ ബാധിച്ചു എന്നൊരു വിലയിരുത്തൽ BJPക്ക് തന്നെയുണ്ട്. കാരണം 2014ലെയും 2019ലെയും ഒക്കെ വലിയ വിജയത്തിൽ മഹാരാഷ്ട്രയും UPയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പക്ഷേ 2024-ലെത്തുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി BJPക്കുണ്ടായി. അത് RSSുമായുള്ള അകൽച്ച തന്നെയാണെന്ന ബോധ്യം BJPക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വരികയും ചെയ്യുന്നത്. ഏതായാലും മോദി തന്നെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴായി RSSനെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ചടങ്ങിൽ തന്നെ RSS വടവൃക്ഷമാണ്, അത്തരത്തിൽ RSSനെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു പ്രസംഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമീപകാലത്ത് ഒരു പോഡ്കാസ്റ്റിലും അദ്ദേഹത്തിൽ RSS ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അകൽച്ച കുറച്ചു വരാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായി. RSSന്റെ ഭാഗത്തുനിന്നും അത്തരം ശ്രമങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നടന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ വിജയം RSS കൂടി ഇടപെടലാണ് എന്നൊരു നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഹരിയാനയിൽ RSS വീടുകൾ തോറും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നാണ് BJP നേതാക്കൾ തന്നെ പറയുന്നത്. ഡൽഹിയിലെ വിജയത്തിലും RSSന് വലിയ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഈ അകൽച്ച കുറച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇന്നത്തെ ഏതായാലും ഈ സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ BJPയും ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായും നിലവിൽ പറയുന്നത് നേതാക്കൾ, മഹാരാഷ്ട്രയിലെ BJP നേതാക്കളൊക്കെ തന്നെ പറയുന്നത്, ഭവൻകുലെ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് രാഷ്ട്രീയ പ്രാധാന്യമില്ല, ഒട്ടും രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത സന്ദർശനമാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള സന്ദർശനമല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ പോലും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ആഭ്യന്തര സംഘർഷം ലഘൂകരിക്കുക എന്ന് തന്നെയാണ് ഈ സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു പ്രധാനമന്ത്രി ആദ്യമായി RSS ആസ്ഥാനം സന്ദർശിക്കുന്ന എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം നേരത്തെ വാജ്പേയി നാഗ്പൂരിലെത്തിയിട്ടുണ്ട്, RSS ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. അത് 2007-ലാണ്. 2007-ൽ അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, 2004-ൽ അദ്ദേഹം പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി പദവിയിലിരിക്കെ ഒരാൾ RSS ആസ്ഥാനത്ത് എത്തുന്നു, അത് ആദ്യമായാണ്. അതിന്ന് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്നേതായാലും RSS ആസ്ഥാനത്ത് ചില ചടങ്ങുകൾ കൂടിയുണ്ട്. ഇന്ന് ആദ്യം മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടക്കും. ഒപ്പം തന്നെ RSS ആസ്ഥാനത്ത് നിലവിൽ മാധവ നേത്രാലയ ആശുപത്രിയുണ്ട്. അതിൻ്റെ പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു പ്രാധാന്യമുള്ള, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനത്തിനാണ് ഇപ്പോൾ വേദിയാവുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ. തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 10 മണിയോട് കൂടിയിട്ടാണ് യോഗം നടക്കുക. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത് എത്തുന്നു. അത് ഏറെ നിർണായകമായ രാഷ്ട്രീയ നീക്കം കൂടിയായി ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. എന്തായാലും ഇരുവിഭാഗവും തമ്മിലുള്ള RSSും BJPയും തമ്മിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്ക് അന്ത്യം കുറിക്കുക എന്ന ഉദ്ദേശം കൂടി ഈ സന്ദർശനത്തിന് ഉണ്ട് എന്നുള്ളതാണ് പ്രസക്തം. മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3000-ലധികം പേർക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുണ്ട്. തകർന്നു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉള്ളതായും രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാകുന്നു എന്നും അധികൃതർ പറയുന്നു. മ്യാൻമറിന് കൈത്താങ്ങാവുകയാണ് അതേസമയം ഇന്ത്യ. രക്ഷാപ്രവർത്തനത്തിനും ആശ്വാസ വസ്തുക്കൾ എത്തിക്കാനും ഓപ്പറേഷൻ ബ്രഹ്മ തുടരുകയാണ്. നിരവധി ഡോക്ടർമാരെയും രക്ഷാപ്രവർത്തകരെയും മ്യാൻമറിൽ എത്തിച്ചു. അവശ്യ വസ്തുക്കളും എത്തിച്ചു വരികയാണ്. Third tranche of support that we are providing comprises a field hospital. This field hospital
has around 118 specialists, including doctors and medics. This team is getting ready and will be leaving from Agra later this evening. Will be landing in Naypyidaw, and from Naypyidaw they will also be taken to Mandalay area in coordination with the support of the government of Myanmar. So we understand that in the Mandalay area, where the devastation caused by the earthquake is maximum, a lot of bridges, there has been a lot of damage to physical infrastructure. So there, I'm sure a lot of support would be required. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആയിഷത്തുൽ ഷംന കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, അനുനിമിഷം മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം കെട്ടിട അടിയിൽ നിന്നും ഇനിയും നിരവധി ആളുകളെ പുറത്തെത്തിക്കാൻ ബാക്കിയാണ്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ആര്യ, ഇപ്പോഴും നിരവധി ആളുകൾ ഈ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതിൽ തന്നെ മൃതദേഹങ്ങൾ അടക്കം പുറത്തെത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ആദ്യത്തെ ഭൂചലനത്തിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് മ്യാൻമാറിൽ. ഒപ്പം തന്നെ അതിന് പിന്നാലെ 6.7 തീവ്രതയിൽ അടുത്ത ഭൂചലനം കൂടി റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെ മറ്റ് ചെറിയ ചില ഭൂചലനങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. അതോടെ മ്യാൻമാർ ആകെ തകർന്ന ഒരു സ്ഥിതിയായിരുന്നു. കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ അടക്കം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നു വീഴുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ രാവിലെയൊക്കെ 100-150 എന്ന ഒരു മരണക്കണക്കായിരുന്നെങ്കിൽ 24 മണിക്കൂർ പിന്നിടുമ്പോൾ അത് 1600 കടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ 1600-ലധികം ആളുകൾ മരണപ്പെട്ടു. ഒപ്പം തന്നെ 3000-ലധികം ആളുകൾക്ക് പരിക്കുണ്ട്. ഇനിയും രക്ഷപ്പെടുത്താനുള്ളവർ ഏറെയാണ്. അതായത് ഭൂരിഭാഗം കെട്ടിടങ്ങളും ഇപ്പോൾ തകർന്നു വീണിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾക്കടിയിലൊക്കെ ആളുകളുണ്ട്. ഇതിൽ തന്നെ ജീവനോടെയും മൃതദേഹങ്ങളുമുണ്ട് എന്നതാണ് വിവരം. പിന്നെ ഈ ഭൂചലനങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങളും മറ്റും കാരണം, ഈ അപകടങ്ങളൊക്കെ കാരണം വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിയുള്ള ഈ രക്ഷാപ്രവർത്തനമൊക്കെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമൊന്നും രാത്രി ഏറെ വൈകി ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇനി ഈ മരണക്കണക്ക് ഉയരുമെന്ന ഒരു വിവരം തന്നെയാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിടുന്നത്. എന്തായാലും ഈ മ്യാൻമാറിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ മറ്റു കൂടുതൽ പ്രതികരണങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുക സാധ്യമല്ല. എന്നാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ പുതിയ ഭൂചലനങ്ങൾ ഇന്നലെ രാത്രി ഏറെ വൈകിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ഒന്നും പുതിയ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ നേരത്തെ ഉണ്ടായ അപകടങ്ങളുടെ വ്യാപ്തി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യമുള്ളത്. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ മുഴുവനായും ഒറ്റക്കെട്ടായി തന്നെ മ്യാൻമാറിന് കൈത്താങ്ങായി ഒപ്പമുണ്ട്. ഇന്ത്യയിൽ നിന്ന് മെഡിക്കൽ ടീം, അതും ആർമിയുടെ മെഡിക്കൽ ടീം, ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റാണ് ഇപ്പോൾ മ്യാൻമാറിലേക്ക് തിരിച്ചിരിക്കുന്നത്. 118 അംഗങ്ങളുള്ള മെഡിക്കൽ ടീമാണ്. ഇതിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക സുരക്ഷയ്ക്ക് വേണ്ടി ായിരിക്കും ഈ ടീം. ആർമിയുടെ അധികൃതർ ഉണ്ടാവുക, ആർമി ഡോക്ടേഴ്സ് ഉണ്ടാവുക. എന്തായാലും 118 ടീമുകളാണ്. ഒപ്പം തന്നെ 2 ഘട്ടങ്ങളിലായി ഇന്ത്യ ഇപ്പോൾ 60 ടൺ അവശ്യ വസ്തുക്കളാണ് മ്യാൻമാറിന് നൽകിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 15 ടൺ അവശ്യ വസ്തുക്കൾ, ഇതിൽ മരുന്നുകൾ, മറ്റ് സ്ലീപ്പിംഗ് ബാഗുകൾ, ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളായിരുന്നു ആദ്യഘട്ടത്തിൽ 15 ടൺ എത്തിച്ചത്. പിന്നാലെ മറ്റൊരു വിമാനം കൂടി എത്തിച്ചു. ആവശ്യമുള്ള സാധനങ്ങൾ, അടിയന്തരമായി ആവശ്യമുള്ള ഭക്ഷണം, മരുന്നുകൾ, മറ്റ് സ്ലീപ്പിംഗ് ബാഗുകൾ, പുതപ്പുകൾ പോലുള്ള അവശ്യ വസ്തുക്കളാണ് ഇതിൽ കൈമാറിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളും UK അടക്കമുള്ള രാജ്യങ്ങൾ കൂടി ഇത്തരത്തിൽ മ്യാൻമാറിന് സഹായമായി എത്തിയിട്ടുണ്ട്. ചൈന എത്തിയിട്ടുണ്ട്. ഇനി മറ്റ് രാജ്യങ്ങൾ കൂടി ഇത്തരത്തിൽ മ്യാൻമാറിന് സഹായം ഉറപ്പു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു, അത് മരണസംഖ്യ കൂട്ടാൻ ഇടയാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ മരിച്ചവരെ കുറിച്ചോ അല്ലെങ്കിൽ കാണാതായവരെ കുറിച്ചോ ഉള്ള കൃത്യമായ ഔദ്യോഗിക കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതും ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും US-ന്റെ ജിയോളജി വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ വിലയിരുത്തൽ പ്രകാരം 10,000-ലധികം ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. 1600-ലധികം പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ അനേകായിരം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനടക്കം സജീവമായ സഹായവുമായി രംഗത്തുണ്ട്.
ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. സൗദിയിൽ ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് റമദാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഒമാനിൽ നാളെയാണ് പെരുന്നാൾ. റമദാൻ 30 പൂർത്തീകരിച്ചാണ് ചെറിയ പെരുന്നാളിനെ ഒമാൻ വരവേൽക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പാണക്കാട് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ 1 മണിക്കൂറോളം ചിലവഴിച്ച പ്രിയങ്ക ഈദ് ആശംസകൾ പങ്കുവച്ചാണ് മടങ്ങിയത്. പ്രിയങ്ക ഗാന്ധിയുടെ പാണക്കാട്ടെ സന്ദർശനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സാദിഖ് അലി തങ്ങൾ, മുനവർ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബാംഗങ്ങളും PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ ലീഗ് നേതാക്കളും ചേർന്ന് പ്രിയങ്കയെ സ്വീകരിച്ചു. ആദ്യമായി പാണക്കാട്ടെത്തിയ പ്രിയങ്ക 1 മണിക്കൂറോളം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ഈദ് ആശംസകളും നേർന്നാണ് പ്രിയങ്ക മടങ്ങിയത്. And I wish everybody best wishes for Eid. I learnt in Malayalam also. Let me see if I get it right. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും എൻ്റെ പെരുന്നാൾ ആശംസകൾ. പ്രിയങ്കയുടേത് സൗഹൃദ സന്ദർശനമായിരുന്നുവെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും ചർച്ച ചെയ്തുവെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. അവരിവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. കാലാവസ്ഥ അനുകൂലമെന്ന് പറഞ്ഞു. UDF-ന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നില്ലല്ലോ, പാണക്കാട്ട് വന്നതാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അതുകൊണ്ട് തങ്ങൾ കാണാൻ വിചാരിച്ചു. തങ്ങള് ആദ്യം രാഹുൽ ജില്ല ചെയർമാൻ, ഇപ്പോ പിന്നെ വേണത്തിന്റെ ചെയർമാൻ. അപ്പൊ ഒന്ന് വന്നു പോയി, അത്ര തന്നെയാണ്. AP അനിൽകുമാർ, T സിദ്ദീഖ്, DCC പ്രസിഡന്റ് VS ജോയ്, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പാണക്കാടുണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. ലഹരിക്കെതിരായ നമ്മുടെ പോരാട്ടം തുടരുകയാണ്. നമുക്ക് ഒരുമിച്ച് പോരാടാം. കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന് 10 മണിക്കാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ യോഗം നടക്കും. VV വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നുള്ള പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ? ആര്യ, നേരത്തെ തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കുമെന്ന കാര്യം. നേരത്തെ സഭയിൽ ഇതേ വിഷയം വന്നിരുന്നു. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് ഈ രാസലഹരിയുടെ ഉപയോഗം, അത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ യോഗവും. ഇന്നത്തെ യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, രക്ഷകർത്താക്കളുടെ പ്രതിനിധികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയവരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം. നേരത്തെ തന്നെ ലോ ആൻഡ് ഓർഡർ ADGP-യും അതോടൊപ്പം എക്സൈസ് കമ്മീഷണറും ആയിട്ടുള്ള യോഗം ഉണ്ടായിരുന്നു. 24-ന് മുഖ്യമന്ത്രി തന്നെയാണ് ആ യോഗം വിളിച്ചത്. അന്ന് ഇരു വിഭാഗങ്ങളും സംയുക്തമായി പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്തരത്തിലുള്ള പരിശോധനകൾ വേണമെന്ന കാര്യം അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനു മുൻപ് ഈ ADGP-യും അതോടൊപ്പം തന്നെ എക്സൈസ് കമ്മീഷണറും മാത്രമുള്ള അവരുടെ തലത്തിലുള്ള ഒരു യോഗം നടന്നിരുന്നു. സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുന്നു. കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആര്യ, തീർച്ചയായും VV വിനോദ് ആണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരിയുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി കൃത്യമായ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് ഈ യോഗത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലഹരിക്കെതിരായ പോരാട്ടം ഇങ്ങനെ തുടരുന്നതിനിടയിൽ ലഹരി വേട്ടയും വ്യാപകമായി നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഇന്ന് വൻ ലഹരി വേട്ടയാണ് നടന്നത്. എളമക്കരയിൽ നിന്നും ആലുവയിൽ നിന്നും MDMA-യുമായി 2 പേരെ പിടികൂടി. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദിൽ നിന്നും 1/2 കിലോ MDMA ആണ് പിടിച്ചെടുത്തത്. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായാണ് ഓച്ചന്തുരുത്ത് സ്വദേശി ഷാജി പിടിയിലായത്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ പ്രതികളിലേക്ക് എത്താനായത് എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. ആര്യ, ഈ വലിയ അളവ് MDMA, അതായത് 500 ഗ്രാം MDMA പിടികൂടിയ മുഹമ്മദ് നിഷാദ് പൊന്നാനി സ്വദേശിയാണ്. അയാൾ
കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ കൊച്ചിയിൽ എളമക്കരയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് വരികയാണ്. വെള്ളത്തിന്റെ ബിസിനസ്സാണ്, കുടിവെള്ള ബിസിനസ്സാണ് അയാൾ ചെയ്തു വരുന്നത്. ഈ 2 വർഷമായി ഈ വീട്ടിൽ തന്നെയാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് എത്തുന്നത്. നിരന്തരമായിട്ട് അതായത് പല ആളുകളിൽ നിന്നും ഇയാളിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും കൃത്യമായി പോലീസിന് അത് ഒരു തെളിവോട് കൂടിയോ അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ലഹരിയുള്ള തരത്തിലോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അത് ഇപ്പോൾ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിച്ചപ്പോൾ ബാഗിന്റെ, അതായത് സ്ഥിരം ഉപയോഗിക്കുന്ന ബാഗിന്റെ ഉള്ളറയിൽ ഒരു രഹസ്യ അറ ഉണ്ടാക്കിയ ശേഷം, ഒരു സ്പെഷ്യൽ അറ ഉണ്ടാക്കിയ ശേഷം അതിനുള്ളിലാണ് സൂക്ഷിക്കുന്നത്. 5.509 ഗ്രാമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതായത് ഇത്ര വലിയ അളവ് കൈ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾ ഈ കൊച്ചിയിലെ പ്രധാന വ്യാപാരികളിൽ ഒരാളാണ് എന്ന് തന്നെയാണ് ഡാൻസ് സംഘം മനസ്സിലാക്കുന്നത്. അത് രാവിലെ നമ്മളോട് ACP, അതായത് നാർക്കോട്ടിക് സെൽ ACP പ്രതികരിച്ചത് അങ്ങനെയാണ്. അതായത് ഇത്രയും വലിയ അളവ് കയ്യിൽ ഒരാൾക്ക് സ്വന്തം ആവശ്യത്തിന് സൂക്ഷിക്കേണ്ട സാഹചര്യം. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ നടന്നു വരുന്ന വിതരണം ചെയ്തു വരുന്ന സാഹചര്യത്തിൽ, ലഹരി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇയാൾ ഒരു വലിയ വ്യാപാരം നടത്തുന്ന ആളാണ് എന്നും കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നമ്മൾ അദ്ദേഹം എളമക്കരയിലുള്ള വീട്ടിൽ അയാൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്തിനുള്ളിൽ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആലുവയിലും ഒരാൾ 47 ഗ്രാമുമായി പിടിയിലായിട്ടുണ്ട്. ഓഷൻപുരത്ത് സ്വദേശി ഷാജിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ലഹരി വേട്ട പോലീസ് നിരന്തരം തുടരുകയാണ്. പോലീസും ഡാൻസ് ഓഫ് സംഘം ചേർന്നുള്ള സംഘമാണ് ഈ ലഹരി ഈ 2 പേരെയും പിടിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു, അതായത് കൊച്ചിയിൽ തന്നെ മറ്റൊരു വിവരമുള്ളത്, ഈ സ്വത്തുവകകൾ, ലഹരി കേസിൽ പിടിയിലാകുന്ന ആളുകളുടെ സ്വത്തുവകകൾ കണ്ടെത്താനുള്ള നീക്കവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ സമ്പാദിച്ച വസ്തുവകകൾ, വീടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ബാങ്ക് ബാലൻസുകളൊക്കെ ചെക്ക് ചെയ്ത ശേഷം അങ്ങനെ ബാങ്ക് ബാലൻസ് ട്രേസ് ചെയ്യുക, അങ്ങനെയുള്ള തരത്തിലേക്കാണ് പോലീസ് നീക്കവും തുടങ്ങിയിട്ടുള്ളത്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെയെങ്കിൽ വളരെ നിർണായകമായ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാം ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയാണ് മലപ്പുറത്തെ എയ്ഡ്സ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് 10 പേർക്കാണ് ഇത്തരത്തിൽ എയ്ഡ്സ് സ്ഥിരീകരിച്ചത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അവിടെയും ലഹരി തന്നെയാണ് വില്ലനായിട്ട് നിന്നത്. ഈ ലഹരി ഉപയോഗം, അത് ഒരേ സിറിഞ്ചിൽ നിന്ന് 10 പേർ ലഹരി ഉപയോഗിച്ചതാണ് ഇത്തരത്തിലൊരു എയ്ഡ്സ് പിടിപെടാനുണ്ടായ കാരണം. ഈ എയ്ഡ്സ് സ്ഥിരീകരണത്തെ തുടർന്നുള്ള സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. സാധാരണ പരിശോധനകളെ തുടർന്ന് വ്യക്തമാകുന്ന രോഗസ്ഥിരീകരണം ജില്ലയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് എന്നും പറയുന്നുണ്ട്. ആശങ്ക ഉണ്ടാക്കുന്ന വിധം വാർത്തകൾ പ്രചരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എയ്ഡ്സ് നിർമ്മാർജ്ജന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് സുരക്ഷ. രോഗസ്ഥിരീകരണമുണ്ടായ മേഖലയിലും ഇവർ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ലഹരിമരുന്ന് കുത്തിവയ്പ്പിലൂടെ എയ്ഡ്സ് പടർന്നത് ഇതുവരെ അഭിമുഖീകരിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിലെ അവസ്ഥ ആശങ്ക ഉണ്ടാക്കുന്നതല്ല. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഏതു മേഖലയിൽ പരിശോധന നടത്തിയാലും ഇതുപോലെ ഫലങ്ങൾ ലഭിക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഇതിൽ മാത്രം നമ്മൾ മലയാളീസ് അല്ല, നമ്മൾ അതിൻ്റെ ഡാറ്റ എടുത്ത് നോക്കിയാൽ മലയാളികളല്ല കൂടുതൽ. ഇതിൽ കൂടുതൽ ഇതര സംസ്ഥാന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ട്, എല്ലാ കാറ്റഗറിയും. ഇത് പല സ്ഥലങ്ങൾ മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ആളുകൾ ഫീൽഡിൽ ഇത്തരം ആളുകളുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ പുറകെ പോയി നമ്മൾ ഇവരെ കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റിയോണ്ടാണ് ഇത്രയും കേസുകൾ നമുക്ക് കിട്ടിയത്. മലപ്പുറത്ത് എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലവിലില്ല. ജില്ലയിലെ സാധാരണ പരിശോധനകളിൽ നിന്ന് ലഭ്യമാകുന്ന കണക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ്. മലപ്പുറം ജില്ലയിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രിവലൻസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ പ്രിവലൻസ് റേറ്റ് പറഞ്ഞാൽ 0.3 സംതിങ് വരുന്നുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിൽ 0.1 വരുന്നുള്ളൂ, അതിന് താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയ ജില്ലയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എയ്ഡ്സ് സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി തീർക്കുന്നുണ്ട്. മുൻപ് നടപടികളോട് സഹകരിച്ച പലരും ഇപ്പോൾ വിമുഖത കാണിക്കുകയാണ്. അടുത്ത ആഴ്ച പ്രദേശത്ത് താഴെത്തട്ടിൽ സർവേകളും പരിശോധനകളും വീണ്ടും ആരംഭിക്കുമെന്നും സുരക്ഷാ അധികൃതർ വ്യക്തമാക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
ഈ എയ്ഡ്സ് വ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു ജില്ലയെ ആകെ കരിവാരി തേക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആകമാനം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സംസ്ഥാനം ഒട്ടാകെ നോക്കുമ്പോൾ സംസ്ഥാനത്തെ ആകെ ശരാശരിയിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ഥിരീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എമ്പുരാൻ സിനിമയെ ചൊല്ലിയുള്ള വിവാദം കത്തുകയാണ്. ഇന്നലെ സിനിമയിലെ 17 ഭാഗങ്ങൾ അണിയറ പ്രവർത്തകർ വെട്ടിമാറ്റുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്തിരുന്നു. ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്നതടക്കം സംഘപരിവാർ സംഘടനകൾ വിമർശനം ഉന്നയിച്ച ഭാഗങ്ങളാണ് റീ എഡിറ്റ് ചെയ്തത്. ഈ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ പ്രദർശിപ്പിച്ച് റീസെൻസറിംഗ് നടത്താനാണ് സിനിമ അണിയറ പ്രവർത്തകരുടെ നീക്കം. പുതിയ പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയുന്നത്. ചിത്രം കാണുമെന്ന് നേരത്തെ പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് അത് തിരുത്തിയിരിക്കുകയാണ്. ചിത്രം കാണില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ചരിത്രമാകാൻ എത്തിയ ഒരു സിനിമയാണ് ഇപ്പോൾ വിവാദങ്ങളിൽ പെട്ടുകിടക്കുന്നത്. ഈ സിനിമയുടെ കാമ്പിനെ തന്നെ ബാധിക്കുന്ന 17 ഭാഗങ്ങളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യപ്പെടുകയോ മാറ്റി റീ എഡിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്. ഇത് ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ ബാധിക്കും. അത് സിനിമാ പ്രേക്ഷകരെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റീ എഡിറ്റ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ റീ എഡിറ്റ് ചെയ്ത സിനിമ തിങ്കളാഴ്ചയാണ് വരാൻ പോകുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ വാർത്ത വന്നതിന് പിന്നാലെ പ്രേക്ഷകരെല്ലാം ഇന്ന് തന്നെ കൂടുതലായി ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി കാണാൻ തിരഞ്ഞെടുത്തതും ഇന്ന് അത്തരത്തിൽ വലിയ തിരക്കാണ് തിയേറ്ററിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ റീ എഡിറ്റ് മാത്രമല്ല, റീസെൻസറിങ് കൂടി ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യം കൂടി വന്ന പശ്ചാത്തലത്തിലാണോ തിങ്കളാഴ്ചയിൽ നിന്ന് വ്യാഴാഴ്ചയിലേക്ക് ഈ ഒരു റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്, ആ ഒരു റിലീസ് മാറ്റിവെച്ചിരിക്കുന്നത്? മാത്രമല്ല അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ മനം മാറ്റിയതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണ്? ആര്യ സൂചിപ്പിച്ചതുപോലെ തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ ചിത്രത്തിൻ്റെ പുതിയ മോഡിഫിക്കേഷൻ നടത്തിയ ഭാഗങ്ങൾ പ്രദർശനത്തിന് എത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഈ ആഴ്ചയുടെ അവസാനത്തേക്ക്, വരുന്ന ആഴ്ചയുടെ അവസാനത്തേക്ക് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മാത്രമേ തിയേറ്ററുകളിൽ എത്തുകയുള്ളൂ. റീസെൻസറിങ് നടപടിക്രമങ്ങൾ പൂർത്തിയാവാനുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി എടുക്കുന്ന കാലതാമസം എന്നതാണ്. ഒപ്പം ആര്യ, ഈ വിവാദങ്ങളെല്ലാം ആ സിനിമയെ തുണച്ചിട്ടേ ഉള്ളൂ എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ. നമുക്കറിയാം, ബുക്കിംഗ് സൈറ്റുകളിലെല്ലാം വൻ ഹിറ്റായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ റീസെൻസറിങ് എന്ന ഒരു തീരുമാനം വരുമ്പോൾ തന്നെ കൂടുതലായി ബുക്കിംഗ് നടക്കുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് ഞായറാഴ്ചയാണ്. സ്വാഭാവികമായും തിയേറ്ററുകളിലൊക്കെ കുടുംബ പ്രേക്ഷകരെത്തുന്ന ദിവസമാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ ആ സിനിമയ്ക്ക് പൊതുവിൽ കളക്ഷൻ റെക്കോർഡുകളിൽ പുതിയ തലത്തിലേക്ക് ഈ വിവാദങ്ങൾ മാറുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ ഈ പെരുന്നാൾ ദിവസങ്ങൾ, റംസാൻ ദിവസങ്ങളൊക്കെ പൂർത്തിയാവുന്നതോടുകൂടി കൂടുതൽ തിരക്ക് തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇതിൻ്റെ പ്രമേയം തന്നെ മലബാറിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ആദ്യം കണ്ട പ്രേക്ഷകരും എന്തൊക്കെയാണ് വെട്ടിമാറ്റിയ ഭാഗങ്ങൾ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വീണ്ടും തിയേറ്ററിൽ എത്തുമെന്നുമൊക്കെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിവാദങ്ങൾ ആ സിനിമയുടെ കളക്ഷനിൽ തുടച്ചിട്ടേ ഉള്ളൂ എന്നതാണ് സാഹചര്യം. കളക്ഷനിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ്, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കുടുംബസമേതം എത്തി സിനിമ കണ്ടു. ആ തരത്തിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ കൈവരികയും ചെയ്യുകയാണ്. എന്തായാലും റീസെൻസറിങ്ങും റീ എഡിറ്റും ഒക്കെ നടന്നതോടുകൂടി ഞങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉന്നയിച്ച ആ സ്റ്റാൻഡിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തിരുത്തേണ്ടി വന്നു എന്ന നിലപാട് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ഉയർത്തുന്നുണ്ട്. BJP നേതാക്കളുമൊക്കെ സമാന നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇന്നത്തെ പോസ്റ്റ്. ഇന്ന് അദ്ദേഹം രാവിലെ 10 മണിക്ക് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹം വാർത്താസമ്മേളനം ക്യാൻസൽ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുന്നുണ്ട്. അത് സിനിമയെ പരാമർശിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഈ സിനിമയുടെ തുടക്കം റിലീസിങ്ങിന് തൊട്ട് മുമ്പ് തന്നെ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മോഹൻലാലുമൊത്തുമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. താൻ സിനിമ കാണുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ താൻ ഇനി സിനിമ കാണില്ല എന്നതാണ്
അദ്ദേഹം പറയുന്ന ഒരു കാര്യം. കാരണം ഈ സിനിമയുടെ ഇതിവൃത്തം മോശമായി ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സിനിമ അതിൻ്റെ യഥാർത്ഥ വശങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖറും ഉന്നയിക്കുന്നുണ്ട്. അതോടുകൂടി പൊതുവിൽ BJP നേതാക്കൾ, സംഘപരിവാർ നേതാക്കൾ, RSS നേതാക്കളൊക്കെ എടുക്കുന്ന അതേ നിലപാടിലേക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖറും നിലപാടെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം സിനിമ കാണില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അവിടെ സിനിമ കാണില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും സിനിമ വിവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സിനിമയ്ക്ക് വലിയ കളക്ഷൻ റെക്കോർഡുകളാണ് ലഭ്യമാവുന്നത് എന്നതാണ് സാഹചര്യം. ഏറ്റവും ട്രെൻഡിങ് സിനിമ എന്ന രീതിയിലാണ് ദേശീയ തലത്തിൽ പോലും ഈ സിനിമ പോകുന്നത്. ബുക്കിംഗ് സൈറ്റുകളിലെ എല്ലാം കണക്കുകൾ നൽകുന്നതും അത്തരം സൂചനകൾ തന്നെയാണ്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങളൊന്നും എന്തായാലും സിനിമയുടെ കളക്ഷനെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്തെ തിയേറ്ററുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു നിലവിലത്തെ സാഹചര്യം പരിശോധിച്ചാൽ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആണ് എന്നുള്ളതാണ്. ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരു സാഹചര്യം, എല്ലാവരും ടിക്കറ്റിന് വേണ്ടി പരക്കം പായുന്നൊരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിങ്കളാഴ്ചയാണ് റീ എഡിറ്റ് ചെയ്ത ഭാഗം പുറത്തു വരിക എന്നുള്ള വാർത്തയാണ് ഇന്നലെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ എഡിറ്റഡ് വേർഷൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒറിജിനൽ വേർഷൻ കാണണം എന്നുള്ള ആഗ്രഹത്താൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, അവധിക്കാലം തുടങ്ങിയിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ കുടുംബ പ്രേക്ഷകർ അനേകം ഇത്തരത്തിൽ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്, മലയാളത്തിൻ്റെ ചരിത്രമായി മാറിയ ചിത്രമാണ്. അപ്പോൾ ആ കളക്ഷൻ മേഖലയിൽ നിന്ന് സിനിമ പുറകോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കളക്ഷൻ്റെ കാര്യത്തിൽ ചിത്രം മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. എമ്പുരാൻ എല്ലാ ട്രെൻഡിങ് ലിസ്റ്റിലും 1-ാം സ്ഥാനത്ത് തന്നെ, ട്രെൻഡിങ് 1 ആയിട്ട് തന്നെ എമ്പുരാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ആ ഒരു ബുക്കിംഗ് സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാം ഹൗസ്ഫുൾ ആയിരിക്കുകയാണ്. ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല. ഇത് ഇന്ന് മാത്രം ബുക്ക് ചെയ്തതല്ല, ദിവസങ്ങൾക്ക് മുമ്പേ ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സിനിമ കാണാൻ വേണ്ടി. അത്തരത്തിൽ ജനപ്രിയമായി തന്നെ എമ്പുരാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. കുടുംബസമേതം എമ്പുരാൻ സിനിമ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമയ്ക്കെതിരെ വിവിധ സംഘപരിവാർ സംഘടനകൾ നിലപാട് എടുത്തിരിക്കെയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ ലുലു മോളിൽ ഇന്നലെ ചിത്രം കണ്ടത്. റീ എഡിറ്റ് ചെയ്ത സിനിമ വരുന്നതിന് മുൻപാണ് മുഖ്യമന്ത്രി ചിത്രം കണ്ടതെന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ വിവാദങ്ങൾ ഒരു വശത്തുകൂടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്തുകൂടി സിനിമയുടെ കളക്ഷനും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റീ എഡിറ്റ് ചെയ്ത് വന്നാൽ പോലും ഈ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാനും പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ആകാംക്ഷയുണ്ടാകും. അപ്പോൾ ഒരിക്കൽ ചിത്രം കണ്ട ആളുകൾ വീണ്ടും എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ ഏതാണ് എന്നറിയാൻ വേണ്ടി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടി അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതും ചിത്രത്തിന് ഗുണം തന്നെ ആകുമെന്നുള്ളതാണ്, വാണിജ്യപരമായ ഗുണമാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഇനി ഈ ന്യൂസ് 8ൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഷൈനിയെ ഏറ്റുമാനൂരിൽ 2 പെൺമക്കളുമൊത്ത് ആത്മഹത്യ ചെയ്ത ഷൈനിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഷൈനി ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു 47-കാരി വീട്ടമ്മ. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 8ന് ലഭിച്ചിട്ടുണ്ട്. 19-കാരിയായ മകളെയും ഭർത്താവ് ജോമോൻ മർദ്ദിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരം ഭർത്താവിന്റെ വസതിയിൽ കഴിയുമ്പോൾ ഭർത്തൃമാതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 8ന് ലഭിച്ചിട്ടുള്ളത്. ചൂട് കാലത്തും രാത്രിയായാൽ വൈദ്യുതി വിച്ഛേദിച്ചാണ് ഉപദ്രവം. ഷൈനി അന്തസ്സുള്ള പെണ്ണാണെന്നും അതേപോലെ ആത്മഹത്യ ചെയ്യാനുമാണ് ഭർത്താവ് ജോമോൻ പറഞ്ഞതെന്നും ഈ വീട്ടമ്മ ന്യൂസ് 8നോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്ക് കല്യാണം കൊടുക്കുന്നത് സൂക്കണല്ലേ, പൈസ പോലും ഇല്ല. അതിന് മാസം 1750 രൂപ കല്യാണം, എനിക്ക് സൂക്കണം എല്ലാം കൊടുക്കണം. This is a daily routine. I got bruises all over my neck. Yeah.
ഞാനെ വിളിക്കാൻ കാരണം എന്നറിയാവോ, ജോമോനൊന്ന് ബാങ്കിൽ പെട്ടി ലോൺ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അടച്ചില്ല, എന്റെ ഒരു പൈസ ഇല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. അല്ലെ നീ അതിനുള്ള പ്രതീക്ഷ. ജോമോൻ കള്ളു കുടിക്കുന്നെന്നും പറഞ്ഞപ്പോ എന്നാ ചെയ്യാനായിട്ടാ? തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ. എന്നും പറഞ്ഞ ആ ലോൺ അടച്ചില്ലെങ്കിൽ അല്ലെ വീടും പറമ്പും വിറ്റിട്ട് ലോൺ അടയ്ക്കണം, എന്തെങ്കിലും ചെയ്യണം. നീ ലോൺ അടച്ച ആരോട് പിണങ്ങിയ ലോൺ അടയ്ക്കാൻ? എന്നോട് പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. നിനക്ക് കല്യാണം കൊടുക്കുന്നത് സൂക്കണല്ലേ? ഇത് പൈസ പോലും ഇല്ല, കഴിഞ്ഞ മാസം 1750 രൂപ കല്യാണം. എനിക്ക് സൂക്കണം എല്ലാ ഭക്ഷണം ഉണ്ടാക്കി. 19 വയസ്സുകാരിയായ മകളെയും 13 വയസ്സുകാരിയായ മകളെയും ഈ വീട്ടമ്മയെയും ഭർത്താവും നിരന്തരം പീഡിപ്പിക്കുകയാണ്. ശാരീരികമായും മാനസികമായും ഒക്കെ അതിക്രൂരമായ ഉപദ്രവങ്ങളാണ് ആ വീട്ടിൽ അവർ നേരിടേണ്ടി വരുന്നത്. നിയമപരമായി മുന്നോട്ട് പോയിട്ടും അവർക്ക് രക്ഷയില്ല എന്നുള്ളതാണ് സാഹചര്യം. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കണ്ടിട്ട് മടങ്ങി വരാം. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും 2 പെൺമക്കളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം കേരളം ഒരുപാട് ചർച്ചകൾ നടത്തി. അവരുടെ വേദനയ്ക്കൊപ്പം, ആ കുഞ്ഞുങ്ങളുടെ വേദനയ്ക്കൊപ്പം വേദനിക്കുന്നവരായിരുന്നു മലയാളികൾ. ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ മറ്റൊരു 2 പെൺമക്കളുടെ അമ്മയാണ് തൻ്റെ ദുരനുഭവം നേരിട്ട് പറയാൻ ന്യൂസ് 18-നൊപ്പം ആ വീട്ടമ്മ എന്നോടൊപ്പം ചേരുകയാണ്. അതിക്രൂരമായൊരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് ഹസ്ബൻഡ് അമ്മയും എന്നും പ്രശ്നങ്ങളാണ്, ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടി. അന്നാണെങ്കിലും മോൾക്ക് എക്സാമിൻ്റെ സമയമായിരുന്നു. ഞങ്ങളുടെ കറണ്ട് ഓഫ് ചെയ്യുകയാണ് അമ്മ വന്ന്. പുള്ളിക്കാരൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയും ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരികയും എന്നിട്ട് മോളോട് പറയുന്നത്, നിന്നെ ഞാൻ വിടില്ല, ഞാൻ ജയിലിൽ പോയാലും നിന്നെ ഞാൻ പുറത്ത് വിടില്ല എന്ന്. പിന്നെ മദർലോയും വന്നിരുന്നു. മദർലോ വന്നിട്ട് പറഞ്ഞേക്കുന്നത്, എൻ്റെ മകനും നിന്നെയും മക്കളെയും വേണ്ടടി, പിന്നെ എന്തിനാ നീ ഇവിടെ കിടക്കുന്നത്, ഞങ്ങൾ നിൻ്റെ സ്വത്തെല്ലാം ഞങ്ങൾ എൻ്റെ മകൾക്ക് കൊടുത്തു, ഇനി നിനക്ക് ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല, നീ മക്കൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ അശ്ലീലമാണ് പിന്നെ പറയുന്നത്. അമ്മ അത്രയും തന്നെയല്ല, അശ്ലീലം പറയും. മോളുടെ മോളെയും പറയും, മൂത്ത മോളെ പറയുന്നത് അമ്മയും മകനും, അതായത് മോളുടെ അച്ഛനും പറയുന്നത് മോള് പോയി. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരമ്മ എന്ന നിലയിൽ ഞാനത് പറയില്ല. അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് മാത്രമേ വിഷമം വരുള്ളൂ. ഈ ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് അതെപ്പോഴും മദർലോ പറയുന്നത്, എനിക്ക് നാണമില്ലല്ലോടി ഇവിടെ നിൽക്കാനായിട്ട്, നാണം കെട്ടവളെ, എൻ്റെ മകളുടെ വീട്ടിൽ എൻ്റെ മകൾ 45 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തതാടി, നാണം കെട്ടവളെ, നീ പോയി ആത്മഹത്യ ചെയ്യടി മക്കളെയും കൊണ്ട്, നാണമില്ലാതെ നിൽക്കുന്ന എൻ്റെ മകന് വേണ്ടാത്തവളല്ലേ നീ, പിന്നെ മകന് വേണ്ടാത്ത നീ. ഷൈനിയുടെ സംഭവം ഉണ്ടായ ശേഷം ഇങ്ങനെ പറഞ്ഞു. ഷൈനിയുടെ സംഭവം ഉണ്ടായതിന് ശേഷം പറയുന്നത്, ഷൈനിയെ കണ്ടു അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിൻ്റെ അടിയിൽ പോയി. ജോമോൻ്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ. ഇത് എന്നെ അപേക്ഷിച്ച് ഇപ്പോഴും എൻ്റെ അവസ്ഥ ഏകദേശം ഷൈനിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. അല്ലാതെ ഞാൻ, കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം, അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല, അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത്. ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്, ഷൈനിയെ പോലെ ആയിക്കൂടെ എന്നാണ് ഈ അമ്മയും മകനും ഈ സ്ത്രീയോട് ചോദിക്കുന്നത്. കൊച്ചു കുട്ടികളാണ് ഉള്ളത്. 13 വയസ്സുള്ള ഇളയ മകളാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കൊപ്പമുള്ളത്. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടമ്മയോട് ഫലത്തിൽ കാണിക്കുന്നത്. എന്ത് പരിഹാരമാണ് സർക്കാരിന് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഇത്തരം മനുഷ്യരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. തീർച്ചയായും ജി ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഈ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ഗൗരവത്തിൽ തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ്. ഷൈനിയുടെ മക്കളുടെ അവസ്ഥയൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. അത്തരത്തിൽ ഒരു ദുരിതത്തിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക എന്നുള്ളതാണ്. ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ
അകത്തളങ്ങളിലെ പീഡനങ്ങൾ പല സ്ത്രീകളെയും കൊണ്ടെത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനിയും അത്തരത്തിലുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കണം. അതിനുവേണ്ട നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ന്യൂസ് 18. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുരുഷ സുഹൃത്തിനെ പ്രതി ചേർത്തേക്കും. യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ യുവാവ് പിന്മാറിയതാണ് പത്തനംതിട്ട സ്വദേശി മേഘയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇന്നലെയാണ് പിതാവ് മധുസൂദനൻ പോലീസിൽ പരാതി നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിലെ കൊട്ടേഷൻ കൊലപാതകം കഴിഞ്ഞ് 3 ദിവസമായിട്ടും മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. മുഖ്യപ്രതി അലുവ അതുൽ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ മുന്നിൽ നിന്ന് അതുൽ രക്ഷപ്പെട്ടിരുന്നു. അതേസമയം മുഖ്യപ്രതി പങ്കജ് മേനോനെ സംരക്ഷിക്കുന്നത് CPM ആണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. S വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീഷ്, പാർട്ടിയുടെ പിൻബലത്തിൽ ഇത്തരത്തിൽ പ്രതികൾ രക്ഷപ്പെടുകയാണെന്നുള്ള ആക്ഷേപം ശക്തമാകുന്ന സാഹചര്യമാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയായ അലുവ അതുലിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമായി തുടരുന്നത്. ഇത് ആലുവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പ്രതികൾ ജില്ല വിട്ടു പോകാനുള്ള സാധ്യത മനസ്സിലാക്കി പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ വ്യാപിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ഒരു വാഹന പരിശോധനയിൽ ഈ അലുവ വാഹനവുമായി വരുന്നു എന്നുള്ളത് ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. എറണാകുളത്ത് പോലീസ് സംഘമായിരുന്നു അവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നത്. അങ്ങനെ ഈ അലുവ അതിൽ വരുന്ന വാഹനം തടഞ്ഞു നിർത്തിയിരുന്നു. പക്ഷേ വാഹനം നിർത്തിയപ്പോൾ തന്നെ അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അലുവ അതുലിന്റെ ഭാര്യയും കുഞ്ഞും വാഹനത്തിലുണ്ടായിരുന്നു. അവരെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഇയാൾക്കായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതുവരെയും പോലീസിന് ഈ അതുലിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ ഒരു വാർത്തയും നമുക്ക് ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാം. അതുപോലെ തന്നെ ഈ 2 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഒന്ന് രാജപ്പൻ എന്നറിയപ്പെടുന്ന രാജീവും മറ്റൊന്ന് മനുവുമാണ്. ഈ രാജപ്പൻ നേരിട്ട് കൃത്യത്തിൽ ഏർപ്പെട്ട ആളാണെന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കൊട്ടേഷൻ നൽകിയത് പങ്കജ് എന്ന ഒരു കൊട്ടേഷൻ ടീമാണ്. ഇതിൽ കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമാകാൻ സാധിക്കുന്നത് കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് 2 ഗുണ്ടാ സംഘങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട്. ഇതിൽ ചവറ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങളാണ് ഈ കൃത്യത്തിൽ പെട്ടത് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ അലുവ അതിൽ പ്യാരി ഹരി എന്നീ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇവർ പോലീസ് വരയിലാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. തീർച്ചയായും S വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആശാപ്രവർത്തകരുടെ സമരം തുടരുന്നതിനിടെ പുതിയ നീക്കവുമായി കോൺഗ്രസ്. ആശാപ്രവർത്തകർക്ക് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകാൻ KPCC സർക്കുലർ ഇറക്കി. തനത് ഫണ്ടിൽ നിന്ന് തുക നൽകാനാണ് നിർദ്ദേശം. VR കാർത്തിക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, കളം പിടിക്കുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ. ഈ തനത് ഫണ്ടിൽ നിന്ന് അവർക്ക് അധിക തുക നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നിയമപരമായ സാധുത നിലനിൽക്കുന്നതാണോ? പ്രായോഗികമായ നിരവധി പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട്. തനത് ഫണ്ട് പഞ്ചായത്തുകൾക്ക് വിനിയോഗിക്കാം എങ്കിലും ജില്ലാ ആസൂത്രണ സമിതികൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അത് സർക്കാരിലേക്ക് സമർപ്പിക്കണം. അതിന് സർക്കാരിൻ്റെ അംഗീകാരം നൽകണം. അത്തരത്തിൽ നിരവധി പ്രോസസ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ആശാ വർക്കർമാരുടെ സമരം സർക്കാരിനെതിരെ പരമാവധി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. നേരത്തെ തന്നെ ഇതിനോടകം 23 തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുടനീളം തനത് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിൽ ആശാ വർക്കർമാർക്ക് അധിക ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. 1000 രൂപ മുതൽ 7000 രൂപ വരെ പ്രഖ്യാപിച്ച വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സമരം ആശാ വർക്കർമാർ ശക്തമായി തുടരുമ്പോൾ അവർക്ക് പരമാവധി പിന്തുണ നൽകുക, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി സർക്കാരിനെ പരമാവധി പ്രതിരോധത്തിലാക്കുക, അതുതന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നതും. സ്വാഭാവികമായും ആശാ വർക്കർമാരുടെ സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം തന്നെ ഓണറേറിയം പ്രഖ്യാപിച്ച ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു തീരുമാനം എത്തുമ്പോൾ
ഇത്തരത്തിൽ സർക്കാരിന് ഇത് അംഗീകരിക്കണമോ അതോ അക്കാര്യത്തിൽ നിഷേധിക്കണമോ? സ്വാഭാവികമായും അത്തരത്തിൽ നിഷേധിച്ചാൽ അതൊരു തൊഴിലാളി വിരുദ്ധ തീരുമാനമായി പ്രതിപക്ഷം ചിത്രീകരിക്കും. അത്തരത്തിൽ വലിയ തോതിൽ ഒരു ക്യാമ്പയിനായി ഇത് ഏറ്റെടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് KPCCയുടെ സർക്കുലർ ഇക്കാര്യത്തിൽ പുറത്തിറങ്ങിയത്. ആ സർക്കുലർ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ തനത് ഫണ്ടിൽ നിന്ന് ആശാവർക്കർമാരുടെ ഓണറേറിയം അവർക്ക് അധിക ശമ്പളം നൽകാനുള്ള തുക വിനിയോഗിക്കണം, ആ തുക കണ്ടെത്തണം എന്നതാണ്. എന്തായാലും പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഇതിനോടകം കോട്ടയത്തടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത് ആശമാരെ ഇത്തരത്തിൽ പറ്റിക്കുകയാണ്. ഇങ്ങനെ തനത് ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയില്ല. സ്വാഭാവികമായും ആ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. പ്രായോഗികമായ നിരവധി പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ജില്ലാ ആസൂത്രണ സമിതികൾ ഇക്കാര്യം ചർച്ച ചെയ്യണം. തനത് ഫണ്ട് എന്ന് പറയുന്നത് ക്ഷേമകാര്യം, അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതാണ്. മാത്രമല്ല ചെറിയ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ വലിയ നഗരസഭകളും സ്വാഭാവികമായും ഒരു ശരാശരി 50 ആശാവർക്കർമാരൊക്കെ ആയിരിക്കാം ഒരു ചെറിയ പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. പക്ഷേ അവർക്ക് 2000 രൂപ വെച്ച് അധികം നൽകണമെങ്കിൽ കൂടിയും ഒരു വലിയ തുക അവർക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വലിയ നഗരസഭകൾ, പ്രത്യേകിച്ച് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള മരട് നഗരസഭ പോലുള്ള നഗരസഭകൾക്ക് തനത് ഫണ്ട് വലിയ തോതിലുണ്ട്. എന്നാൽ അത്തരത്തിൽ തനത് ഫണ്ട് വലിയ തോതിൽ ഇല്ലാത്ത നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ ഉണ്ട്. അവർ ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയത്തെ സമീപിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ KPCC സർക്കുലർ ഇറക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശമാർക്ക് അധിക ഓണറേറിയം കണ്ടെത്തണം, അത് തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം എന്ന് സർക്കുലർ കൂടി KPCC പുറത്തിറക്കിയിരിക്കുന്നു. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് നാളെ കടക്കുകയാണ്. സമരം കൂടുതൽ ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് ആശമാർ. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഓണറേറിയം വർധനവ് അത് തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്ത് നടത്തണം എന്ന് സർക്കുലർ ഇറക്കുമ്പോൾ പക്ഷേ പ്രായോഗികമായ തടസ്സങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. യാക്കോബായ സഭയുടെ പുതിയ കാത്തോലിക്ക ശ്രേഷ്ഠ മോർ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും ഇന്ന് നടക്കും. വൈകിട്ട് 3:30 സഭാകേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന ബാവയെ മെത്രാപ്പൊലീത്തമാരും സഭാ ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കും. സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ വൈകിട്ട് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിലും അനുമോദന സമ്മേളനത്തിലും വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. എറണാകുളം കാക്കനാട് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാകുന്നു. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുന്നത് മൂലം സമീപത്തെ പല വീടുകളും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണേക്കാം എന്ന നിലയിലാണ്. പരാതിയുമായി ചെന്നാൽ ഭീഷണിപ്പെടുത്തുകയാണ് പതിവെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കാക്കനാട് നിന്ന് തെങ്ങോട് പോകുന്ന വഴിയിലാണ് ഈ കാഴ്ച. തൊട്ടപ്പുറത്ത് ആഴത്തിൽ മണ്ണെടുത്തതുമൂലം വീട് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയിലാണ്. വീടിൻ്റെ മതിലിനോട് ചേർന്ന് ഏതാണ്ട് 10 അടിയോളം ആഴത്തിൽ JCB ഉപയോഗിച്ചാണ് മണ്ണെടുത്തത്. വീട്ടുടമസ്ഥനായ രാജേഷിനോട് പറഞ്ഞത് റോഡിൻ്റെ പൊക്കത്തിൽ മണ്ണെടുക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി. ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലാണ്. നിങ്ങൾ നിങ്ങളുടെ രീതിയിലും നിങ്ങളെന്തോ വെച്ചാൽ ചെയ്തോ, നമ്മുടെ ഒരു പവർ വെച്ചിട്ട് നമ്മളെന്തോ വെച്ചാൽ നമ്മളും ചെയ്യും, അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തടയാൻ പറ്റുന്നത് തടഞ്ഞോ എന്നുള്ള സ്റ്റൈലാണ് നിൽക്കുന്നത്. നമ്മൾ നിസ്സഹായനാണ് ഈ അവസ്ഥയിൽ. മഴ പെയ്താൽ വീടും സംരക്ഷണ ഭിത്തിയുമെല്ലാം ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ്. വീടിനകത്ത് കഴിയുന്നത് പേടിച്ചാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മളാകെ പേടിച്ചിട്ടാണ്. നല്ല മഴ, അപ്പം മണ്ണ് ഇടിഞ്ഞു പോയിട്ടാണ് അവർക്ക് ഈ പ്രോബ്ലം. ഇടിഞ്ഞു പോയപ്പോഴാണ് അവർ ഈ വീട് പൊളിച്ച് മാറ്റി വേറെ വീട് പണിയേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ മഴ പെയ്യുമ്പോൾ നോർമൽ എനിക്കും ആ ഒരു ഫീൽ തന്നെയാണ്. സമീപത്ത് നിന്ന് 1 മീറ്റർ അകലം പാലിച്ച് മണ്ണെടുക്കാനാണ് അനുമതി നൽകിയിരുന്നത്. വീട് ഇടിഞ്ഞു വീഴുമെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര നഗരസഭയ്ക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും അപകടഭീതി ഒഴിഞ്ഞിട്ടില്ല. സംരക്ഷണ ഭിത്തി കെട്ടി നൽകുമെന്ന് സ്ഥലയുടമ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി.
മഹാപ്രളയത്തിൽ സകലതും നഷ്ടമായ കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി. ഇടുക്കി പെരിയാർ വാലിയിലെ 12 കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത്. പ്രളയത്തിൽ കനത്ത നാശം നേരിട്ട ഇടങ്ങളിലൊന്നാണ് ഇടുക്കിയിലെ പെരിയാർ വാലി. ഇവിടുത്തെ 12ഓളം കുടുംബങ്ങളാണ് വീട് വാസയോഗ്യമല്ലാതായതോടെ പ്രയാസത്തിലായത്. തുടർന്ന് ഡീൻ കുര്യാക്കോസ് MP ഇടപെട്ട് വീട് വച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. MP രൂപീകരിച്ച ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴിയാണ് നിർമ്മാണം. സുമനസ്സുകളുടെ സഹായവുമുണ്ട്. 12 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കുന്നത്. 6 വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുക. 18 ഇവിടെ ഉരുളുപൊട്ടുകയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയും അവിടെ പെരിയാർവാലി എന്ന സ്ഥലത്ത് കിടക്കാൻ മേലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയും അത് കഴിഞ്ഞ് MP ആ പ്രദേശം വന്ന് കാണുകയും വീടില്ലാത്തവർക്ക് ആ ഭാഗത്ത് വീട് വാങ്ങിക്കുക ഒരു 12 വീടോടും MP തരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള കിടപ്പാടം ആയിട്ടുണ്ട്. 6.5 ലക്ഷം രൂപ ചെലവിട്ട് 515 ചതുരശ്ര അടി വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 വീടുകൾ പൂർത്തിയാകുന്നതോടൊപ്പം ബാക്കി വീടുകളുടെ നിർമ്മാണവും ഉടൻ തുടങ്ങുമെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പറഞ്ഞു. ഏകദേശം 514 സ്ക്വയർ ഫീറ്റ് വീടാണ് ഓരോ കുടുംബങ്ങൾക്കും അനുവദിച്ചു വന്നത്. 6.5 ലക്ഷം രൂപ ആണ് ഒരു കുടുംബത്തിന് വെച്ച് അലോട്ട് ചെയ്ത് വന്നത്. അത് ആ കർഷകരുടെ തന്നെ ആ ഉപഭോക്താക്കളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും അത് കോൺട്രാക്ടർ ഏറ്റെടുത്ത് പണിയുകയും അത് 1-2 വീടുകൾ സ്വന്തം വീട്ടുകാർ തന്നെ ഏറ്റെടുത്ത് പണിയുകയും ഒക്കെ ചെയ്ത് എന്താണേലും 6 വീടിന്റെ പണി പുരോഗമിച്ച് പണി പൂർത്തീകരിച്ച് ഏകദേശം 4 വീടിന്റെ പണി പൂർത്തീകരിക്കുകയും 2 വീടിന്റെ പണി വളരെ ദ്രുതഗതിയിൽ പണി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇനി കാണാം കുട്ടി ക്രിക്കറ്റ് പൂര വിശേഷങ്ങൾ. IPL-ൽ ഇന്ന് 2 മത്സരങ്ങളാണ്. ആദ്യ മത്സരത്തിൽ ഡൽഹിയും ഹൈദരാബാദും ഏറ്റുമുട്ടും. ആദ്യ 2 മത്സരങ്ങളിൽ ഒരു ജയവും ഒരു പരാജയവുമായാണ് ഡൽഹിക്കെതിരെ ഹൈദരാബാദ് പോരിന് ഇറങ്ങുന്നത്. അതേസമയം ആദ്യ മത്സരം വിജയം തുടരാനാണ് ഡൽഹി ഇറങ്ങുക. വൈകിട്ട് 3:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നത്തെ 2ാം മത്സരത്തിൽ ചെന്നൈയും രാജസ്ഥാനും തമ്മിലാണ് പോരാട്ടം. ആദ്യ 2 കളികളിലും തോൽവി ഏറ്റുവാങ്ങിയ രാജസ്ഥാൻ നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. അതേസമയം ബാറ്റർമാരുടെ ഫോമില്ലായ്മയാണ് ചെന്നൈയുടെ തലവേദന. ഇന്നലെ നടന്ന മത്സരത്തിൽ IPL-ൽ മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ 2ാം തോൽവി. ഗുജറാത്തിനെതിരെ 36 റൺസിനാണ് മുംബൈയുടെ പരാജയം. ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസിൽ ഒതുങ്ങി. മുംബൈ നിരയിൽ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും മാത്രമാണ് പൊരുതി നിന്നത്. ഗുജറാത്തിനായി മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് സായി സുദർശൻ അർദ്ധ സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ എന്നിവരുടെ വെടിക്കെട്ടുമാണ് മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. 9 മണി വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകൾ, അവയുടെ വിശകലനങ്ങൾ, ചർച്ചയും ഒക്കെ കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത് ചേരും. നമസ്കാരം.